പിന്നെ എനിക്ക് ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഏറ്റവും ഇഷ്യമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? സ്ലീപ്പ്. അതിപ്പോഴും എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ. ശരിയായിട്ടില്ല, പക്ഷെ ശീലമായി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ നല്ല ഉറങ്ങിയിരുന്ന ഒരാളാട്ടോ. 9 മണിക്ക് ഉറങ്ങും, ലേറ്റായിട്ട് എനിക്കുള്ളൂ. അത് വീട്ടിലായാലും ഇവിടെ ആയാലും. വീട്ടിൽ പിന്നെയും ജിമ്മിലൊക്കെ പോകാനൊക്കെ നിർബന്ധിക്കുമെങ്കിലും ബട്ട് എന്നാലും ഞാൻ ഉറങ്ങും. രാവിലെ ആയാലും രാത്രി ആയാലും ഉച്ചയ്ക്കൊക്കെ കോമ്പൻസേറ്റ് ചെയ്തൊക്കെ ഉറങ്ങുമായിരുന്നു. ഡ്യൂട്ടി ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും. ബട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ഇതങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ. അപ്പോൾ അവൻ രാത്രി ഇങ്ങനെ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം 2 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. എസ്പെഷ്യലി ന്യൂ ബോൺ സ്റ്റേജിലൊക്കെ ഇവർ ഫീഡ് ചെയ്തെന്ന് ഉറങ്ങുമോ ഇല്ല, കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവരിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും, ക്രാങ്കി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കും ഉറക്കില്ലല്ലോ, നമ്മളും ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവ്ഡ് അല്ലേ. രാവിലേക്ക് എണീക്കുമ്പോൾ ഒരു സോംബിനെ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എനിക്കിരിക്കുമ്പോഴായിരിക്കും കോമഡി. പറയാ, എടാ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, രാത്രി മൊത്തം കൂർക്കം വലിച്ചിറങ്ങിയിട്ടേ. അപ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ ഒരൊറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. അതേപോലെ തന്നെ ഈ ഫീഡ് ചെയ്യുമ്പോൾ പിന്നെ സൈഡിൽ കിടന്ന് ഉറങ്ങൂലേ, അത് കാണുമ്പോഴും എനിക്ക് ചവിട്ടാൻ തോന്നാറുണ്ട്. പാവം. ആക്ച്വലി അവന് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അവൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം അതും അവൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഈ ഉറക്കം പിടിച്ചു നിന്നിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. എക്സെപ്റ്റ് എൻ്റെ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആവുന്ന സമയങ്ങളിൽ ഞാൻ വിളിക്കാറുണ്ട്. ഈ ഉറക്കമില്ലാതെ കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. എനിക്ക് കുറച്ച് കാലത്തേക്ക് ഭയങ്കര ദേഷ്യവും പിന്നെ എനിക്ക് എല്ലാത്തിനും സങ്കടം വരും. ഞാനിങ്ങനെ കുഞ്ഞു കാര്യമൊക്കെ എനിക്കിപ്പോൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 2 ചപ്പാത്തി കഴിച്ചു, എനിക്ക് ഇനി 1 ചപ്പാത്തിയും കൂടി തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ സങ്കടം വരും. അത്രയും കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് സങ്കടം കേട്ടോ. അതുപോലെ ദേഷ്യം, കുഞ്ഞു കാര്യത്തിനൊക്കെ ദേഷ്യം വരും. എന്ന് വെച്ചാൽ അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എനിക്ക് ദേഷ്യം വരും. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കും അത്. അപ്പോൾ അത്ര ഇഷ്യൂ ആയിരുന്നു എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അത് നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നറിയാം? നമ്മുടെ പാർട്ട്ണർക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവരായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂർ ഒരു ദിവസമെങ്കിലും സംസാരിക്കണം. അപ്പോൾ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്കും ഇത്തിരി അണ്ടർസ്റ്റാൻഡിങ്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ്, നിങ്ങളുടെ പാർട്ട്ണർ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, ബട്ട് അവരുടെ മെൻ്റൽ ഒരു പീസ് അല്ലെങ്കിൽ ഒരു സാനിറ്റി അത് നിങ്ങളുടെ കയ്യിലായിരിക്കും കേട്ടോ. നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ മെൻ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ പാർട്ട്ണറിൽ ഷെയർ ചെയ്യുക ആൻഡ് ലെറ്റ് ദം ഹെൽപ്പ് യു. ഓക്കെ.